വനിതാ T20 ലോകകപ്പിൽ കന്നി അംഗത്തിന് ടീം ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. ന്യൂസിലൻഡാണ് എതിരാളികൾ. പുരുഷ ടീം ലോകകപ്പ് നേടിയതിന് പിന്നാലെ ആദ്യ ലോകകപ്പ് എന്ന മോഹവുമായാണ് ഇന്ത്യൻ പെൺപട UAE വന്നിറങ്ങിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ദിവ്യ ജോസഫ് വിവരങ്ങൾ നൽകും. ദിവ്യ, കന്നി അംഗം പ്രതീക്ഷിച്ചിറങ്ങുകയാണ് ഇന്ത്യൻ പെൺപട. ഇന്നത്തെ മത്സരം ന്യൂസിലൻഡുമായിട്ടാണ്. ആ മത്സരത്തെക്കുറിച്ച് അറിയണം. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ വനിതാ ടീമിനെ ഒന്ന് പരിചയപ്പെടുകയും വേണം. അതെ ജിൽസി, കന്നി അംഗത്തിന് 2024 T20 വേൾഡ് കപ്പിന് വനിതാ താരങ്ങൾ ഇന്നിറങ്ങുകയാണ്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു നമ്മുടെ പുരുഷ ടീം ലോകകപ്പ് നേടി നമുക്ക് വലിയൊരു സന്തോഷം നൽകിയത്. അതിന് പിന്നാലെ വനിതാ ടീമിനും ആ ഒരു നേട്ടം കൊയ്യാനാകട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് ഇന്നവർ UAEയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. ഇന്ത്യ ഉള്ളതെന്ന് പറയുന്നത് ഗ്രൂപ്പ് എയിലാണ്. അതിൽ ശക്തരായിട്ടുള്ള ഓസ്ട്രേലിയ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും വിജയിച്ച, അല്ലെങ്കിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും ഇന്ന് ഇന്ത്യ ഇറങ്ങുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ നിലവിലെ സമീപഭാവിയിലെ പ്രകടനങ്ങളെല്ലാം മികച്ചതായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വനിതാ ഏഷ്യ കപ്പിലെ ഫൈനലിൽ ശ്രീലങ്കയോട് ഒരു തോൽവി ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കിരീട നഷ്ടത്തിൻ്റെ ഒരു വേദനയുമായാണ് UAEയിലേക്ക് വന്നത്. എങ്കിൽ പോലും നിലവിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ, അതായത് ലോകകപ്പിലെ സന്നാഹ മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനോടും ദക്ഷിണാഫ്രിക്കയോടും മികച്ച രീതിയിൽ തന്നെ അവർ വിജയിച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ന്യൂസിലൻഡിന് പക്ഷേ സമീപഭാവിയിൽ അവർക്ക് അത്ര നല്ല ഒരു സമയമല്ല അവർക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിനോടും അതുപോലെ തന്നെ ഓസ്ട്രേലിയയോടും T20 പരമ്പര തോറ്റുകൊണ്ട്, അത് പൂർണ്ണമായി തോറ്റുകൊണ്ടാണ് അവർ ഈ UAEയിലേക്ക് തങ്ങളുടെ ലോകകപ്പ് കളിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരല്പം ആശങ്കയുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ലോകകപ്പിൻ്റെ അല്ലെങ്കിൽ T20യുടെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഡ്ജ് കൂടുതൽ ന്യൂസിലൻഡിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ 13 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 9 തവണയും വിജയിച്ചിരിക്കുന്നത് ന്യൂസിലൻഡാണ്. അതുകൊണ്ട് തന്നെ മത്സരം പ്രവചനാതീതമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് നമ്മുടെ ടീമിലേക്കൊന്ന് കടന്നു വരാം. നമുക്കറിയാം, നമ്മുടെ മലയാളി താരങ്ങളായ സജ്നയും അതുപോലെ തന്നെ ആശാ ശോഭയും അടക്കം 15-അംഗ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മികച്ചൊരു അവസരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ആശ 2 വിക്കറ്റുകൾ നേടിയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി ടീമിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹർമൻപ്രീത് കൗർ, നമുക്കറിയാം ക്യാപ്റ്റനാണ്. ഹർമൻപ്രീത് കൗറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ഒരേ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് ഫെമിലിയറാണ് നമ്മുടെ താരങ്ങൾ. ക്യാപ്റ്റനാണ്, ഓൾറൗണ്ടറാണ്. 153 ഇന്നിങ്സുകളിൽ നിന്ന് 3426 റൺസ് നേടിയിട്ടുള്ള താരമാണ്. T20യിലെ കണക്കാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഏത് ഘട്ടത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയെ ഉയർത്താൻ പോകുന്ന തരത്തിൽ ബാറ്റിംഗ് പ്രകടനവും അതുപോലെ തന്നെ ഓൾറൗണ്ട് പ്രകടനവും ഒരുമിച്ച് നടത്തുന്ന ഒരു താരം കൂടിയാണ്. 62 ഇന്നിങ്സുകളിൽ നിന്നായി 32 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. മറ്റൊരു താരം എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ്. നമുക്കറിയാം, ഓപ്പണറാണ്. സ്മൃതിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും 141 മത്സരത്തിൽ നിന്നായി 3493 റൺസാണ് എടുത്തിട്ടുള്ളത് ഇതുവരെ. 2014 മുതൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂൺ തന്നെയാണ് സ്മൃതി മന്ദാന എന്ന് പറയുന്നത്. നിരവധി നേട്ടങ്ങൾ, പല ഇന്ത്യയുടെ വിജയങ്ങളിലും നിർണായകമായ സാന്നിധ്യമായിട്ടുള്ള താരം കൂടിയാണ് സ്മൃതി. ഷെഫാലി വർമ്മ ഓപ്പണർ തന്നെയാണ്. 81 മത്സരങ്ങളിൽ നിന്ന് 1948 റൺസാണ് ഷെഫാലി വർമ്മ ഇതുവരെ നേടിയിട്ടുള്ളത്. ഷെഫാലി വർമ്മയ്ക്ക് ആകെ 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ ഒരു കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഇത്രയധികം പ്രതിഭയുള്ള ഒരു താരം ഇന്ത്യൻ ടീമിൽ വളർന്നു വരുന്നത് ഭാവി ഇന്ത്യയുടെ വനിതാ ടീമിൻ്റെ ഭാവി സുശക്തമായിരിക്കും, ഭദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ജമീമ റോഡ്രിഗസ് ആണ്. 100 മത്സരങ്ങളിൽ നിന്ന് 2074 റൺസ്. അവരുടെ സ്ട്രൈക്ക് റേറ്റ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അപകടകാരിയായ ഒരു ബാറ്ററാണ് അവരെന്ന് നമുക്ക് അവരുടെ സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് തന്നെ വ്യക്തമാകും. അതുപോലെ തന്നെ നിർണായകമായ പല മത്സരങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തി വിജയത്തിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് നമ്മുടെ ജമീമ റോഡ്രിഗസ്. ദയാലൻ ഹേംലതയുടെ കാര്യവും അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്ററാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കാനും അതുപോലെ തന്നെ ഇന്ത്യക്ക് മികച്ച സ്കോർ കണ്ടെത്താനും സാധിക്കുന്ന ഒരു ബാറ്ററാണ് അവർ. നമുക്കറിയാം, 6 താരങ്ങളാണ് ഓൾറൗണ്ടർമാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് പതറാൻ ഒരു അവസരം തരാത്ത രീതിയിലുള്ള ഒരു ടീമിനെയാണ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് UAEയിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മലയാളി താരമായ സജ്ന സജീവനിലേക്ക് കടക്കാം.
ഇത് ആദ്യത്തെ ലോകകപ്പാണ് സജനയ്ക്കും അതുപോലെ തന്നെ ആശയ്ക്കും. അതുകൊണ്ട് തന്നെ ഒരു കന്നി അംഗത്തിന് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് അവർക്ക് കിട്ടുന്നത്. നിലവിൽ T20 9 മത്സരങ്ങളിലാണ് ആശ കളിച്ചിട്ടുള്ളത്. 30 റൺസാണ് നേടിയിട്ടുള്ളത്. പക്ഷേ വിക്കറ്റുകളൊന്നും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും ഇവർക്ക് ഈ ലോകകപ്പിലേക്ക് അവർ തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം നമുക്കറിയാം. കഴിഞ്ഞ വനിതാ പ്രീമിയർ ലീഗിൽ ആശയും സജനയും പുറത്തെടുത്ത ആ ഒരു പ്രകടന മികവ് തന്നെയാണ് അവരെ ഈ ലോകകപ്പിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. ആശ ശോഭനയുടെ കാര്യം പറയുകയാണെങ്കിൽ ലെഗ് സ്പിന്നറാണ്. നമുക്കറിയാം UAE പിച്ചുകൾ എന്ന് പറയുന്നത് ലെഗ് സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ തന്നെയായിരിക്കും സ്പിൻ കടിയൊടുക്കി കാത്തിരിക്കുന്ന ഇവർക്കൊക്കെ തന്നെയായിരിക്കും വിക്കറ്റുകൾ നേടാനാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 3 മത്സരങ്ങളാണ് ആശ കളിച്ചിട്ടുള്ളത്. അതിൽ 4 വിക്കറ്റുകൾ ആശ നേടിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ ആശാവഹമാണ്. മറ്റ് യാസിക പാട്ടിയും റിച്ച ഘോഷുമാണ് വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ളത്. അതിൽ ആർക്കായിരിക്കും ഇന്നത്തെ നറുക്ക് വീഴുക, കന്യാംഗത്തിൽ ആർക്കായിരിക്കും ഇന്നത്തെ നറുക്ക് വീഴുക എന്നുള്ളതും നിർണായകം തന്നെയായിരിക്കും. രണ്ടുപേരും മികച്ച താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും തുല്യ സാധ്യതയാണ് എന്ന് നമുക്ക് പറയാം. ഇനി ബൗളേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരുന്ധതി റെഡ്ഡി, രേണുക സിംഗ്, പൂജ വസ്ത്രാങ്കർ, രാധ യാദവ് അടക്കമുള്ള താരങ്ങളാണ് ഉള്ളത്. നമുക്ക് ദീപ്തി ശർമ്മ കൂടിയുണ്ട്. ദീപ്തി ശർമ്മ ഒരു ഓൾറൗണ്ടർ കൂടിയാണെങ്കിൽ പോലും മികച്ച ബൗളിംഗ് പ്രകടനവും ബാറ്റിംഗ് പ്രകടനവും പുറത്തെടുക്കാൻ കഴിവുള്ള താരങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UAE സ്പിന്നിന് അനുകൂലമായി പിച്ചായതുകൊണ്ട് തന്നെ സ്പിൻ ബൗളേഴ്സിന് തന്നെയായിരിക്കും കുറച്ച് എഡ്ജ് കൂടുതൽ. മറ്റൊന്ന് ഇവരൊക്കെ തന്നെ ഇതിനോടകം തന്നെ നമ്മുടെ ലോകകപ്പിൽ 15 താരങ്ങളിൽ 12 താരങ്ങൾക്കും ഇതിനു മുൻപ് ലോകകപ്പ് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിൻ്റെ സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും ആദ്യ മത്സരം കന്യാംഗത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായും പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യൻ ആരാധകരും കാത്തിരിക്കുന്നത്. 2024 തുടക്കത്തിൽ നമുക്ക് പുരുഷന്മാർ നേടിത്തന്ന ആ ലോകകപ്പ് വനിതകളിലൂടെ നമുക്ക് നിലനിർത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. അതുപോലെ തന്നെ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും തങ്ങളുടെ ആദ്യ ലോകകപ്പ് T20 ആദ്യ ലോകകപ്പ് നേടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമായിട്ടാണ് UAE ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്.